ഹായ് ഗേസ്, അപ്പോൾ നമ്മുടെ തുർക്കിമിസ്ഥാൻ കസ്റ്റംസ് നിന്ന് നമ്മുടെ പേപ്പേഴ്സ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സീനാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എല്ലാ വീഡിയോകളും കാത്തിരുന്നു കാണാം. ഓക്കെ, തുർക്കിമിസ്ഥാൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം. ഓക്കെ. നമ്മളെ തുർക്കിമിസ്ഥാനിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഗവൺമെൻറ് റൂൾസാണ്. ഈ ബസ്സിലാണ് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ പോകുന്നത്. നമ്മളെ വണ്ടി ഒരു ഹോട്ടൽ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 2 ദിവസം മാത്രമേ ഉള്ളൂ. നാളെ വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് പോകണം. ഹായ് ഗേസ്, ഇത് തുർക്കിമിസ്ഥാനത്തെ ഒരു ടവറാണ്. ടവർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉത്സവപ്പറമ്പിൽ കാണുന്ന ആകാശത്തൊട്ടിലില്ലേ, ആ ഒരു സംഗതി കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹായ് ഗേസ്, ഇത് തുർക്കിമിസ്ഥാനത്തെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ വളരെ ചെറിയൊരു രാജ്യമാണ്. നല്ല നല്ല കാഴ്ചകൾ, വളരെ കുറഞ്ഞ കാഴ്ചകളേ ഉള്ളൂ കാണാൻ പറ്റിയത്. നമുക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ. ഇന്ന് മോർണിംഗ് ഒരു 12 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. നാളെ രാവിലെ ഒരു 10 o'clock ഇവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് യാത്ര തിരിക്കും. ഓക്കെ. ഇയാള് ഈ കാണുന്ന ടാറ്റു ഇവിടുത്തെ മുൻകാലങ്ങളിലെ കവിതകൾ അങ്ങനത്തെ ഒക്കെ എഴുതിയ ആളാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് തുർക്കിമിസ്ഥാനിലാണ്. ചങ്കൽ നിസാർ വയനാടാണ്. കോണിൽ ഒരു സാധനം ഇറങ്ങി വരുന്നുണ്ടടാ, അത് അതിന്റെ ലിഫ്റ്റ് ആണ്. Now you will see why that's an amazing place, because it had been in recorded Guinness, and now Saturday, just on this Sunday we are not. Şuna fırlanmalı bir de çiğ varmışında tayarlar. സോപ്പ് dışında Turkmen biliyor musun? Yeah, she is explaining in your language. Gel verdi çemetin İngilizce.
Meğer koyuşun kadarlar aytmalar koyuşun. ഇതിവിടെ ഇങ്ങനെ പാക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായി ഒന്നെടുക്കുന്നുണ്ട്. രണ്ടായിരത്തിലോ ഈ അടുപ്പിലുള്ള കൈയിടുന്നതാണ്. Bunlar için sudat gengat, തുർക്കിസ്ഥാനിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പാട്ടെ കാണുന്നത്. റൊട്ടി റൊട്ടിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മളൊന്നിച്ചാണ് മാപ്പൂസ് അതിനുള്ള കയറ്റൊന്നെടുത്ത് സാധനമാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇതാ അത് ഒട്ടിച്ചിട്ടാണ് ആ കോലത്തിൽ വരുന്നത്. നമ്മൾ 9 ആള് വന്നിട്ട് മുജീബും സുനീർ ഭായും ഒറ്റക്ക് കഴിക്കുന്ന രംഗം കാണുന്നത്. ഈ കാണുന്നത് സൂപ്പ് എന്നാ പറഞ്ഞത്. എന്തായാലും കുടിച്ചു നോക്കട്ടെ, ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് ഈ അടുപ്പിലുണ്ടാക്കിയ റൊട്ടിയാണ്. ഇതാ ഈ കാണുന്ന അടുപ്പ്. പിന്നെ റൊട്ടിയാണ് ഈ നിരത്തി വെച്ചത്. ഇതാ എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഓക്കെ, തുർക്കിസ്ഥാൻ ഭക്ഷണം കഴിച്ച് പരിചയപ്പെടണല്ലോ. ഇറാനിലെ ഭക്ഷണം ടോപ്പായിരുന്നു. ഇവിടുത്തെ ഉണ്ടോ നോക്കാം നമുക്ക്. തുർക്കിസ്ഥാനത്തെ ഒരു ഫുഡാണ് ഇത്. എന്താന്ന് കഴിച്ചു നോക്കട്ടെ, പറയാം. സൂപ്പ് പൊട്ടിക്കുന്ന കാണുന്ന കേട്ടോ. മട്ടൻ സൂപ്പാണ് കേട്ടോ. നല്ല അടിപൊളി സൂപ്പ്. ഓക്കെ, ഇതാണ് കേട്ടോ മട്ടൻ സൂപ്പ് പൊട്ടിച്ചത് കാണുന്നത്. അതതിൻ്റെ അത് അടപ്പെടുക്കുന്ന ഇതാണ്. മട്ടൻ സൂപ്പ്, മട്ടൻ സൂപ്പാണ് കേട്ടോ. നല്ല അടിപൊളി. പാകിസ്ഥാനിൽ വന്നിട്ട് ഫസ്റ്റ് കിട്ടിയ ഡിന്നറാണ്. എന്തായാലും ഞാൻ നോക്കട്ടെ, പൊട്ടിച്ചോക്കട്ടെ എന്നാ സംഭവം ഒന്ന്. കുറെ മൈദ ഗോതമ്പ് ആ സൂപ്പ്. യെസ്, ഒന്ന് കുടിച്ചോക്കട്ടെ. ഒരെണ്ണടുത്ത് അടിപൊളി സൂപ്പ് കേട്ടോ, ഒന്നും പറയാല്ല. അടിപൊളി സൂപ്പർ സൂപ്പ് ആട്ടെ. ഇത് കാണുന്ന ആ അടുപ്പിൽ ഉണ്ടാക്കിയ സൂപ്പാണ്. വേണ്ട വെള്ളം വേണ്ട, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. കുടിച്ചോക്ക്. ഒരെണ്ണം എടുത്തേക്ക്. അപ്പം നമ്മൾ സൂപ്പ് കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ ചട്ടി സൂപ്പാണ് കുടിച്ചത് അല്ലേ? ഓരോ ചട്ടി സൂപ്പാണ് കുടിച്ചത്. എന്താ തുർക്കിസ്ഥാനിൽ നിന്ന് സ്പെഷ്യൽ സൂപ്പ് മട്ടൻ്റെ ഒരുപാട് ടൈം എടുത്തുണ്ടാക്കിയ ഒരു സൂപ്പാണ്. നല്ല ടേസ്റ്റ്. ഹോട്ടലിൽ നിന്നാണ്. അടിപൊളി. ശരിക്കും നടന്നു, അതുകൊണ്ടല്ലേ ആളുകൾ കഴിക്കും. പണ്ടത്തെ പിഞ്ഞാണത്തിൽ ചായ, കോപ്പയിലെന്നൊക്കെ പറയും. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് പിഞ്ഞാണായിരുന്നു ചായ കുടിക്കാൻ. അപ്പോൾ നമ്മൾ സൂപ്പ് കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്ന് കട്ടൻ ചായക്ക് പറഞ്ഞപ്പോൾ തന്നതാണിത്, പിഞ്ഞാണം. ഇത് ഇവിടുത്തെ സമൂസയാണ്. ഭയങ്കര വലിയ സമൂസ. ഇതിൻ്റെ ഉള്ളിൽ ബീഫാണ് കേട്ടോ, ബീഫ്. ഈ സമൂസയും ഈ പിഞ്ഞാണത്തിൽ കട്ടൻ ചായ എന്ത് ടേസ്റ്റാണെന്നറിയാം കുടിക്കാൻ. ഹായ് ഗൈസ്, ഇതാണ് കേട്ടോ നമ്മൾ സൂപ്പ് കുടിച്ച ഹോട്ടല്. നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളും ലൈറ്റ് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഹോട്ടല്. ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ സൂപ്പ് കഴിച്ചത്. തുർക്കിസ്ഥാനിൽ വന്നിട്ട് ഞങ്ങളെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഗവൺമെൻറ് റൂൾസാണ്. ബസ്സിലാണ് പോകുന്നത്. ഇത് കാണാൻ, ഇവിടെ കാഴ്ചകൾ കാണാനുള്ള ക്ലാസ് തരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഗൈഡ്. ഈ ലേഡിയാണ് നമ്മളെ ഗൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്നേട്ടോ താമസിക്കാതെ. ഹായ് ഗൈസ്, തുർക്കിമിസ്ഥാനിലെ 2014 ഏറ്റവും വലിയ വേൾഡിൽ അറിയപ്പെടുന്ന ഹോട്ടലാണിത്. ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് നേടിയ ഹോട്ടലാണ്. വെഡ്ഡിങ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഹോട്ടലാണ് കേട്ടോ ഇത്. ഞങ്ങളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്.
ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ വരുന്നത് കേട്ടോ, ഇവിടെയാണ് കേട്ടോ. കേസ് നമ്മൾ എടുത്ത ഹോട്ടലിലാണിത്. അപ്പോൾ ഞാനും സുധീർക്കയും കൂടെ അങ്ങനെ വെറുതെ ഒരു ചായ ഇട്ടോ നോക്കിയിട്ട് ഇറങ്ങിയ, ചായ കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ നടക്കണം. നമ്മളെ വണ്ടി ഉള്ളത് ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറം. നമുക്കിവിടെ വണ്ടി ഓടിക്കാനുള്ള അലോട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് പിന്നെ നമ്മൾ ബസ്സിലാണ് കുറച്ച് കാഴ്ചകൾ കാണാൻ പോയത്. നാളെ രാവിലെ ഏർലി മോർണിംഗ് ഏകദേശം ഒരു 9 o'clock വണ്ടി വരും. അപ്പോഴത്തേനും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഹോട്ടലിൽ തന്നെ ഉണ്ട്. അത് നമ്മളെ റൂമിന് ഇൻക്ലൂഡാണ്. അപ്പോൾ അതും കഴിച്ച് രാവിലെ നാളെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും സുധീർക്ക? അഷ്കാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായി കാണാം. ബൈ ബൈ.